പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഹല്ലേലൂയ ജൂൺ മാസം 23 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. അതിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറ. കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിനെ അല്പസമയം ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. സ്തോത്രം. ആമേൻ ആമേൻ. 9-ാം സങ്കീർത്തനം പറഞ്ഞു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. കർത്താവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത അത്ഭുതങ്ങളെ നമ്മൾ വർണ്ണിക്കണം. ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത കാര്യങ്ങളെ പറയണം. കുഞ്ഞുങ്ങളോട് പറയണം, ജീവിത പങ്കാളിയോട് പറയണം, നമ്മൾ ആരോട് ഇടപെടുന്നു അവരോടൊക്കെ കർത്താവ് നമുക്ക് ചെയ്തതിനെ നമ്മൾ വർണ്ണിക്കണം. അത് കഴിഞ്ഞിട്ട് പറയാം, ഞാൻ കർത്താവിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. കർത്താവിൽ എന്ത് ചെയ്യണം? സന്തോഷിച്ചുല്ലസിക്കണം, ആനന്ദിക്കണം. ആമേൻ ആമേൻ. ഈ പ്രഭാതത്തിൽ കർത്താവിൽ സന്തോഷിക്കണം. 4-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ, കർത്താവിൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. കർത്താവ് നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ 10-ാമത്തെ വാക്യം, കർത്താവിൻ്റെ നാമത്തെ അറിയുന്നവർ കർത്താവിങ്കിൽ ആശ്രയിക്കും. യഹോവേ, അങ്ങേ അന്വേഷിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ലല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ലോകവ്യാപകമായി ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ അവരെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക രോഗശാന്തി യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളിലേക്ക് ഇറങ്ങി വരട്ടെ. ദൈവിക രോഗശാന്തി തൻ്റെ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. ദൈവിക രോഗശാന്തി വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ. ആമേൻ. ശരീരത്തിലുള്ള എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടട്ടെ. എല്ലാ ബലഹീനതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കഴുകൻ ചിറകടിച്ചുയരുന്നത് പോലെ യേശുവിൻ നാമത്തിൽ ചിറകടിച്ചുയരട്ടെ. കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ. കണ്ണിനകത്തുള്ള ഇൻഫെക്ഷനുകൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ. അമേൻ അമേൻ അമേൻ. ആ ഇൻഫെക്ഷനുകളും ബുദ്ധിമുട്ടുകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ചെവിയുടെ കേൾവി മടങ്ങി വരട്ടെ. അതുപോലെ കർത്താവേ, ആമേൻ, ശാരീരികമായ മറ്റ് അസ്വസ്ഥതകൾ എന്തൊക്കെയാണെങ്കിലും അതിന്മേൽ കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് സ്തോത്രം. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം, പൂർണ്ണ ആരോഗ്യം കൊടുക്കണം. അങ്ങ് ഞങ്ങളുടെ പിതാവ്, അങ്ങ് സൗഖ്യമാക്കുന്ന റാഫയ. അങ്ങ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പാ, അങ്ങയിൽ നിന്നുള്ള രോഗസൗഖ്യത്തെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്വീകരിക്കുന്നു, അത് റിലീസ് ചെയ്യുന്നു. അത്ഭുതകരമായി തൻ്റെ കുഞ്ഞുങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തിയാൽ നിറയട്ടെ, സൗഖ്യമാകട്ടെ. ദൈവശക്തിയാൽ നിറയട്ടെ, സൗഖ്യമാകട്ടെ. അങ്ങയുടെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. അതുപോലെ കർത്താവെ, മറ്റെല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവിൻ്റെ കൃപയുണ്ടാകണം. സാമ്പത്തികമായ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. അപ്പോൾ ബിസിനസ്, ജോലി, അവർ ചെയ്യുന്ന എന്ത് തന്നെയാണെങ്കിലും അതിനകത്ത് യേശുവിൻ നാമത്തിൽ ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി കാണാൻ സഹായിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ദൈവകൃപയും കൊടുത്ത് അനുഗ്രഹിക്കണം. ബുദ്ധിയും വിവേകവും കൊടുക്കണം. തക്ക സമയത്ത് എല്ലാവർക്കും ലഭിക്കേണ്ട അഡ്മിഷനുകൾ ലഭിക്കാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, അതുപോലെ വീട് പണിയോടുള്ള ബന്ധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തക്കതായ സമയത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. വിവാഹത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നലത്തെ മീറ്റിങ്ങിനെ അങ്ങ് അനുഗ്രഹിച്ചതിന് സ്തോത്രം. അങ്ങ് കൂട്ടിവരുത്തിയ ജനത്തിനായിട്ടും അങ്ങ് തന്ന വചനത്തിനായിട്ടും വെളിപ്പാടുകൾക്കായിട്ടും സ്തോത്രം.
നാളത്തെ മീറ്റിങ്ങിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ചത്തെ സഭായോഗത്തെ അങ്ങേ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യെരമ്യാവിൻ്റെ പുസ്തകം 31 അധ്യായം, ജെറമ്യ ചാപ്റ്റർ 31, 3 വാക്യം. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. കരം ഉയർത്തി പറ, എന്നെ സ്നേഹിച്ചത് തൽക്കാലത്തേക്കുള്ള സ്നേഹമല്ല, എന്നെ സ്നേഹിച്ചത് നിത്യസ്നേഹമാണ്. ആ സ്നേഹം കൊണ്ടാണ് എന്നെ കർത്താവ് പരിപാലിക്കുന്നത്, എന്നെ സൂക്ഷിക്കുന്നത്, എന്നെ സൗഖ്യമാക്കുന്നത്, എന്നെ അത്ഭുതകരമായി നടത്തുന്നത്. എന്നോടുള്ള അപ്പൻ്റെ ആ നിത്യസ്നേഹമാണ്. അതാ പറയുന്നത്, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിട്ട്. അപ്പോൾ എന്നോടുള്ള കർത്താവിൻ്റെ ദയയ്ക്ക് കാരണം എന്നാ? എന്നോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിന് വേണ്ട ഏറ്റവും വലുതായ ഒരു പ്രധാനപ്പെട്ട ഒരു ദൈവിക അറിവാണ്, ദൈവിക വെളിപ്പാടാണ് ആമേൻ, ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയും നമുക്ക് ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ. ആമേൻ. കർത്താവ് എന്നെ സ്നേഹിച്ചു. ആമേൻ. പലർക്കും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാം, പക്ഷേ കർത്താവിന് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ്. കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്, അല്ലെങ്കിൽ കർത്താവിന് ശക്തിയുണ്ട്, ബലമുണ്ടെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ യെരമ്യാ 31:3 നമ്മളെ ഓർപ്പിക്കുകയാണ്, കർത്താവിൻ്റെ സ്നേഹം താൽക്കാലികമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ഇമോഷണലായിട്ടുള്ളതല്ല, ഒന്നുമല്ല. കർത്താവിൻ്റെ സ്നേഹം എന്താണ്? എവർ ലാസ്റ്റിംഗ് ലവ് ആണ്, എന്നേക്കുമായ നിത്യസ്നേഹമാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ വാക്യം എഴുതുന്ന സമയമെന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് ദൈവജനം വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുക. അപ്പം പല കാര്യങ്ങൾ അവർ ദൈവത്തോട് മറുതലിച്ചു നിന്നു. ആമേൻ. പക്ഷേ അതിൻ്റെ നടുവിലും കർത്താവ് അവരോട് പറയുകയാണ്, അവർക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എവർലാസ്റ്റിംഗ് ലവാണ്, നിത്യസ്നേഹത്താൽ ആണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെർഫോമൻസിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിനനുസരിച്ചോ അല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. കർത്താവ് നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത് നിത്യസ്നേഹമാണ്. എന്ന് നമ്മൾ യേശുവിനെ കണ്ടോ, അന്ന് മുതൽ നമ്മളോടുള്ള സ്നേഹം നിത്യസ്നേഹമാണ്. ഹല്ലേലൂയ. എവർലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അത് മാറാത്തത്, അതിനവസാനമില്ലാത്ത സ്നേഹമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ നോക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ചു, നീ പരാജയപ്പെട്ടപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചു, ഇന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നാളെയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കേട്ടോണേ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ സ്നേഹിച്ചു, ഞാൻ പരാജയപ്പെട്ടപ്പോഴും എന്നെ സ്നേഹിച്ചു, അല്ലെങ്കിൽ ഞാൻ അകന്നു പോയപ്പോഴും എന്നെ സ്നേഹിച്ചു, ഇന്നും എന്നെ സ്നേഹിക്കുന്നു, നാളെയും എന്നെ ഇതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. മനുഷ്യൻ്റെ സ്നേഹം മാറിപ്പോം, അപ്പൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ സ്നേഹം മാറിപ്പോം, കൂട്ടുകാരുടെ സ്നേഹം മാറിപ്പോം. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം എന്നും നിലനിൽക്കുന്നു, ഒരിക്കലും മാറാത്ത സ്നേഹമാണ്. ഇപ്പം നമ്മൾ ഈ കപ്പൽ യാത്രക്കാർക്ക് വേണ്ടിയൊക്കെ വലിയ ലൈറ്റ് ഹൗസുകളുണ്ട്. ആമേൻ. വലിയ പാറയുടെ മുകളിലാണ് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഈ പാറയുടെ മുകളിലിരിക്കുന്ന ലൈറ്റ് അതിൻ്റെ പ്രകാശം കുറഞ്ഞു പോകുന്നില്ല, അതിൻ്റെ പ്രകാശം കൂടിപ്പോകുന്നില്ല. ഒരുപക്ഷെ വലിയ തിരമാലകളും വലിയ കാറ്റും വലിയ 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 മഴയും ഒക്കെ വരാം. പക്ഷേ ഈ ലൈറ്റ് ഹൗസിലെ വെളിച്ചം എന്തുവാ? അത് നിരന്തരമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക, കുറയുന്നുമില്ല, കൂടുന്നുമില്ല. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഈ കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഇതിന് പ്രകാശമില്ലയോ എന്ന് തോന്നിപ്പോകാം. ഇതുപോലാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ ലൈറ്റ് ഹൗസ് പോലാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, പക്ഷെ ഒരു കാര്യം ഓർത്തോ, കർത്താവ് ഒരിക്കലും മാറിപ്പോകുന്നില്ല. ആമേൻ. ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പോയാലും കർത്താവിൻ്റെ സ്നേഹം നമ്മളോടുള്ളത് കുറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞാണ്ട് എന്നെ അപ്പൻ സ്നേഹിച്ചത് നിത്യസ്നേഹത്താലാണ്. നമ്മൾ ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയനായ പുത്രൻ എന്നൊക്കെ നമ്മൾ പറയും, പ്രൊഡിഗൽ സൺ. എന്താ പറയുക? അവൻ്റെ ജീവിതം, ആമേൻ, സമയങ്ങൾ, കാലങ്ങൾ, പണം എല്ലാം നഷ്ടപ്പെടുത്തി അവൻ പരാജയപ്പെട്ടു, അവൻ പാപം ചെയ്തു, അവൻ തകർന്നവനായി മാറി. പക്ഷേ അവൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ എന്നാ ചെയ്ത്? അപ്പൻ അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. അതാണ് സ്വർഗീയ പിതാവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. നമുക്കറിയാം, പത്രോസ് അവൻ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. പക്ഷേ
ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കി, സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ പിന്നെ പത്രോസിനെ കൈക്കൊള്ളൂ? ഇല്ല. സാധാരണ മനുഷ്യരാണെങ്കിൽ പത്രോസിനെ എന്നേക്കുമായി റിജക്റ്റ് ചെയ്ത് തന്നെ. പക്ഷേ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് യേശുവിനെ എന്ത് ചെയ്തു? പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. അപ്പോൾ ഇന്ന് ഈ സ്നേഹം നമുക്ക് മനസ്സിലായാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാകും, നമുക്ക് ഭയങ്കര ധൈര്യമുണ്ടാകും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നമ്മുടെ മനസ്സിൽ നിന്ന് ഭയം മാറിപ്പോകും, പിശാചിൻ്റെ കളികളെല്ലാം നമ്മൾക്ക് അത് മാറിപ്പോകും. അപ്പോൾ ഒരു കുഞ്ഞിന് അപ്പൻ്റെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ ആ കുഞ്ഞ് അപ്പൻ്റെ കൂടെ വളരെ ധൈര്യത്തോടെ കോൺഫിഡൻ്റായിട്ട് നടക്കുന്നത് പോലെ, ആമേൻ, ആമേൻ, നമുക്കൊരു ബോധ്യം വരും. ആമേൻ, എൻ്റെ അപ്പൻ്റെ സ്നേഹം മാറാത്ത പർവ്വതങ്ങളൊക്കെ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എൻ്റെ അപ്പൻ്റെ സ്നേഹം മാറത്തില്ല. അപ്പൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്കൊരു തിന്മയും വരികയില്ല. നമ്മുടെ പ്രതീക്ഷ വലുതാകും, നമ്മുടെ വിശ്വാസം വലുതാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കരമുയർത്തി പറ, ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തുവിൽ എൻ്റെ പിതാവ് എന്നെ സ്വീകരിച്ചു, എന്നെ കൈവിടത്തില്ല. കരമുയർത്തി പറഞ്ഞ്, എന്നെ കൈവിടത്തില്ല, എന്നെ ഇനി മറന്നു കളയത്തില്ല. ആമേൻ. കർത്താവിൻ്റെ സ്നേഹം എനിക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കാക്കി ചെയ്യുന്നു. ഹല്ലേലൂയ. ഒന്നിനും എൻ്റെ അപ്പനോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റിക്കളയാൻ കഴിയത്തില്ല. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചല്ല, നമ്മുടെ സാഹചര്യത്തിന് അനുസരിച്ച് അല്ല. പക്ഷേ നമ്മൾ വിചാരിക്കും, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ച കാര്യം ഇതുവരെ നടന്നിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുമായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ചില മറുപടികളൊക്കെ വരാൻ സമയങ്ങളെടുത്തെന്നിരിക്കും, മാസങ്ങളെടുത്തെന്നിരിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം കർത്താവ് എന്നെ ഉപേക്ഷിച്ചെന്നോ കർത്താവ് എന്നെ മറന്നു കളഞ്ഞെന്നോ ഒന്നുമല്ല. ആമേൻ. ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു, കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായി തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ ഒരുപക്ഷെ ബലഹീനമായിട്ടിരിക്കുകയായിരിക്കാം. ആമേൻ. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളുണ്ടാകാം, ഒരുപക്ഷെ നമ്മൾ ചില തെറ്റുകളൊക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ കർത്താവിന് ഇന്ന് നമ്മളോട് പറയുവാനുള്ള വാക്കിതാണ്, ഞാൻ നിന്നെ നിത്യസ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുന്നു. ഇത് താൽക്കാലികമല്ല, ഇത് മാറിപ്പോകുന്നതല്ല, ഇത് മങ്ങിപ്പോകുന്ന സ്നേഹമല്ല. ഇത് എന്തെങ്കിലും ഒരു കാരണം, ഇന്ന കാരണത്താൽ അല്ലെങ്കിൽ ഇന്നത് ചെയ്താലേ നിന്നെ സ്നേഹിക്കുന്നുള്ളതല്ല, എന്നെ നിത്യസ്നേഹത്താലാണ് സ്നേഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പിതാവേ, അങ്ങനെ നിത്യസ്നേഹത്താൽ യേശു ക്രിസ്തുവിൽ എന്നെ സ്നേഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ആമേൻ. കർത്താവേ, ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് വിശ്വസ്തയോടെ, ധൈര്യത്തോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് എന്നെ സഹായിക്കണം. ഹല്ലേലൂയ. എല്ലാ ഭയങ്ങളും, എല്ലാ സംശയങ്ങളും, എല്ലാ പേടികളും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവേ, ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വെളിപ്പാടിനാൽ എന്നെ നിറയ്ക്കുന്നതിന് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി പറ, എല്ലാ ഭയവും എന്നിൽ നിന്ന് മാറിപ്പോട്ടെ, എല്ലാ നിരാശകളും എന്നിൽ നിന്ന് മാറിപ്പോട്ടെ, എല്ലാ തരത്തിലുള്ള നിരാശകളും ഒറ്റപ്പെടലുകളുടെ ചിന്തകളും മാറിപ്പോട്ടെ. ഞാൻ യേശു ക്രിസ്തുവിൽ ദൈവത്താൽ നിത്യസ്നേഹത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് എന്ന ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധൈര്യമായിട്ടിരിക്കുക. കർത്താവിൻ്റെ സ്നേഹം ഇന്നും കുറഞ്ഞു പോകത്തില്ല കേട്ടോ. നിത്യസ്നേഹത്താലാണ് സ്നേഹിച്ചിരിക്കുന്നത്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്തിട്ട് പറ, ആമേൻ, ആമേൻ. എൻ്റെ തലയെ എണ്ണുകൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അപ്പോൾ നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? നിത്യസ്നേഹത്താൽ. ഗോഡ് ബ്ലസ് യു.